എല്ലാവർക്കും എജിബിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ SSCയുടെ കലണ്ടർ വന്നിട്ടുണ്ട്. 2025-26 എക്സാമുകളുടെ കലണ്ടർ വന്നിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കലണ്ടറാണ്. അതായത് നമുക്ക് ഡേറ്റ് ഫിക്സ്ഡ് ഒന്നും അല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. എങ്കിലും കലണ്ടർ പ്രോപ്പറായിട്ട് അടുത്ത വർഷത്തെ എല്ലാ എക്സാമുകളുടെയും ഡേറ്റ്സുകൾ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. പലരും ഇപ്പോഴും PSC എക്സാം എഴുതുന്നവരും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളയ്ക്കകത്തുള്ള നമ്മുടെ മലയാളീസിൽ പലരും ഈ SSC എക്സാമിനെ കുറിച്ച് വളരെയായിട്ടൊരു ധാരണ ഇല്ലാത്തവരാണ്. ഓക്കെ, ഒരുപാട് പേര് SSC എക്സാം അപ്ലൈ ചെയ്യാണ്ടും എഴുതാണ്ടൊക്കെ പോകുന്നവരുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ നോക്കുമ്പോൾ PSC എക്സാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് കയറാൻ പറ്റിയ അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റിലുള്ള എക്സാമാണ് SSC റെയിൽവേ എക്സാം. നിങ്ങളിപ്പോൾ PSC എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ കൂടിയും കുറച്ച് എഫേർട്ട് കൂടുതലിടുവാണെങ്കിൽ നിങ്ങൾക്ക് SSC റെയിൽവേ എക്സാം കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, വേറൊരു അഡ്വാൻറ്റേജ്, ഈ SSC റെയിൽവേ എക്സാമുകളുടെ കലണ്ടറുകൾ നേരത്തെ കൂടി പബ്ലിഷ്, ഇപ്പോൾ ഒരു വർഷം മുന്നേ തന്നെ, ഇപ്പം അടുത്ത വർഷത്തേക്കുള്ള എല്ലാ എക്സാമുകളുടെയും ഡേറ്റുകൾ എന്നാകാം എന്നൊരു ഐഡിയ നമുക്ക് ഓൾറെഡി തരുന്നുണ്ട്. PSC എക്സാം ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്ന് എക്സാം വിളിക്കുന്നോ എന്ന് എക്സാം നടത്തുന്നോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴാണ് ഒരു എക്സാം കംപ്ലീറ്റ് ആക്കുന്നത് തന്നെ, പിന്നെ അതിൽ ലിസ്റ്റ് വരിക, വിളിക്കുക, ഒരുപാട് ഡിലേ വരുന്ന എക്സാമുകളാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് PSC ഇപ്പോൾ നടക്കുന്നതെങ്കിൽ SSC റെയിൽവേ എക്സാമുകൾ എല്ലാ വർഷവും, ഇനി മുതലുള്ള എല്ലാ വർഷവും, റെയിൽവേ ഇപ്പം കഴിഞ്ഞ വർഷം മുതലാണ് എല്ലാ വർഷവും ആക്കി തുടങ്ങിയത്. SSC പണ്ട് മുതലേ എല്ലാ വർഷവും എല്ലാ പോസ്റ്റുകളും പ്രോപ്പറായിട്ട് എക്സാം വിളിച്ച് ഒരു ടൈമിനുള്ളിൽ കൃത്യമായിട്ട് എക്സാം നടത്തി അതിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്ത് അതുപോലെ തന്നെ ജോലിക്ക് കയറാൻ സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുക. നിങ്ങൾ ഈ ഡേറ്റുകളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഈ ഡേറ്റുകൾ മനസ്സിൽ വെച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനുള്ള ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. പഠിക്കാൻ തുടങ്ങുവാണെങ്കിൽ, ആദ്യമായിട്ട് പഠിക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ പഠിച്ച് തുടങ്ങുക. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു സമയം കിട്ടും. കുറച്ച് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് ചെയ്ത് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്കും നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് വേണ്ടി സാധിക്കും. ഇപ്പോൾ ഓൾറെഡി CGLന്റെ എക്സാമിൽ ടയർ 1ന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി കഴിഞ്ഞ വർഷത്തെ SSC എക്സാമുകളൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ എക്സാംസും ഡേറ്റ്സ് ഒക്കെ വന്നു. ഇപ്പോൾ ഓരോ എക്സാംസ് ആയിട്ട് നടക്കുന്നുണ്ട്. അടുത്ത വർഷത്തെ ഡേറ്റും ഓൾറെഡി റെയിൽവേയുടെയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഇയറിലുള്ള ഈ കഴിഞ്ഞ വർഷം നിങ്ങൾ എക്സാംസ് എഴുതിയിട്ടുണ്ടായിരിക്കും, എക്സാംസ് എഴുതാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ചാൻസ് ആണ് നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എക്സാം എഴുതിയവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയാം. നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഐഡിയ ഒന്നും കാണത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം, റെഫർ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് കോൺടാക്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കലണ്ടർ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ കലണ്ടർ ഇത്രയും നേരത്തെ നമുക്ക് SSC പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ്, പലരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കുന്നവരാണ്. ഓക്കെ, പലരുടെയും പ്രശ്നം ഇതാണ്. നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടല്ലേ എക്സാം വരത്തുള്ളൂ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 1-2 മാസത്തിനകത്ത് തന്നെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളൊരു നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ നാളത്തേക്ക് വെക്കേണ്ട, ഇന്ന് മുതൽ തന്നെ നോക്കുക. ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും ഒരു SSC എക്സാമിൽ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ എക്സാമും നമുക്ക് ഒരു മിനിമം 6 മാസത്തെ സമയം നമുക്കിവിടെ കിട്ടും. ഓക്കെ, 6 മാസത്തെ സമയം മിനിമം കിട്ടും നിങ്ങൾക്ക് എക്സാം എത്തുന്ന സമയത്തേക്കും. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചധികം ടൈം നിങ്ങൾക്ക് അവിടെ കിട്ടുവാണ് ഇപ്പോഴേ പ്ലാൻ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, നിങ്ങൾ ഒരുപാട് ലേറ്റ് ആകാണ്ട് ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓൾറെഡി റെയിൽവേ എക്സാംസ് പഠിക്കുന്നവരുണ്ടായിരിക്കാം, അവരും ഇതൊന്ന് ഫോക്കസ് ചെയ്യുക. SSC എക്സാം റെയിൽവേ എക്സാം ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെ വരുന്ന എക്സാമുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു 3 പോസ്റ്റുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റൽ എക്സാംസിന്റെ ആണ്. അതായത് നമുക്ക് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് SSC എക്സാം ഒക്കെ എഴുതി ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ള പ്രൊമോഷൻ എക്സാംസ് പോലത്തെ എക്സാംസ് ആണ്. അത് നമ്മൾ വലിയ കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന എക്സാംസ് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് സെലക്ഷൻ പോസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് വരുന്ന ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് സെലക്ഷൻ പോസ്റ്റ് ആണ്. അപ്പോൾ സെലക്ഷൻ പോസ്റ്റിനകത്ത് നമുക്ക് 10th ലെവൽ എക്സാം ഉണ്ട്, +2 ലെവൽ എക്സാം ഉണ്ട്, അതുപോലെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ഉണ്ട്. ഇത് 3ഉം സെപ്പറേറ്റ് ആയിട്ടുള്ള CBTs ആയിട്ടാണ് നടത്തുന്നത്. അത് സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇവിടെ ഇപ്പോൾ സെലക്ഷൻ പോസ്റ്റിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുന്നത് 16th April 2025 ആണ്. നോട്ടിഫിക്കേഷൻ വരുന്നത് 2025 April 16 എന്നാണ് പറയുന്നത്.
അതിന്റെ ക്ലോസിംഗ് ടൈമാണ് നെക്സ്റ്റ് കൊടുക്കുന്നത് 15 May 2025. എക്സാം നടക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു 6 മാസം ഇപ്പോഴേ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഓക്കെ, നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഒക്കെ വന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ, ഈ ഒരു ഡേറ്റ് വരെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യും, പഠിച്ച് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമുക്ക് മാസങ്ങൾ കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് നല്ലപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടും. ഓക്കെ, അല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾ നോക്കുക 2 മാസത്തോടെ കിട്ടത്തുള്ളൂ. നമുക്ക് ആ ടൈമിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നേരത്തെ കൂടി തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സെലക്ഷൻ പോസ്റ്റ് ആണ്. നമുക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. നമുക്ക് ലെവൽ നോക്കുമ്പോൾ ഒരു ലെവൽ 3 to ലെവൽ 8 വരെ പോകുന്ന എക്സാമിൽ പോസ്റ്റുകളുള്ള ഒരു എക്സാമാണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്, CGL എക്സാം ആണ്. ഓക്കെ, ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആണ്, CGL എക്സാം ആണ്. അപ്പോൾ CGL എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടയർ 1 കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ടയർ 2 കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ടയർ 1 പറയുന്നത് 22 April 2025 നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാമെന്ന് പറയുന്നുണ്ട്. May 21 ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത്. ടെൻറ്റേറ്റീവ് ആണ്, അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറ്റം വരാം, എങ്കിലും ഒരുപാട് ഡിഫറൻസ് വരത്തില്ല. അതുപോലെ അതും ജൂൺ ജൂലൈയിലാണ് എക്സാം നടക്കുന്നത്. ശ്രദ്ധിക്കാം, ഈ എക്സാമുകളൊക്കെ ഏകദേശം അടുത്തടുത്തുള്ള മാസങ്ങളിലാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പേര് ഫോക്കസ് ചെയ്യുന്ന CGL എക്സാം. നിങ്ങൾ ഈ CGL എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള എക്സാമിന്റെ സിലബസ് ഒക്കെ കവർ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഏകദേശം അടുത്തടുത്തുള്ള ഡേറ്റുകളിലാണ് എക്സാം വരുന്നത്. അപ്പം മെയിൻലി നിങ്ങൾ CGL ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ എക്സാമിന് വേണ്ടിയുള്ള സിലബസും കവർ ആവും. ആ ഒരു ലെവലിനേക്കാൾ ഏറ്റവും കൂടിയ ലെവലാണ് CGL എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുവിധം ബാക്കിയുള്ള പോസ്റ്റുകളുടെ എക്സാമിനൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് നടന്നതെങ്കിൽ, പക്ഷേ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് വന്നിരിക്കുന്നത്, CGL വന്നിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് മറ്റൊരു കാര്യം പറഞ്ഞിട്ട് SSC എക്സാം എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ അല്ലെങ്കിൽ പലരുടെയും ചിന്ത ഈ CGL CHSL എക്സാം മാത്രമാണ്. ഇത് 2 എക്സാം മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരം. അങ്ങനെയല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സാംസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ SSC എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 5 എക്സാംസ് 6 എക്സാംസ് സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് നമുക്കുണ്ട്. ഓക്കെ, അതിലടുത്ത് വരുന്നതാണ് സബ് ഇൻസ്പെക്ടർ. ഓക്കെ, CPO പോസ്റ്റുകളാണ്. ഇത് സെൻട്രൽ ഗവൺമെന്റിലേക്കുള്ള ഡൽഹി പോലീസിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളാണ്, SI പോസ്റ്റുകളാണ്. അതിന്റെ ഡേറ്റ് വരുന്നത് കൊടുത്തിട്ടുണ്ട് 16 May 2025 ആണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ക്ലോസിംഗ് 14 June കൊടുത്തിട്ടുണ്ട്. ജൂലൈ ഓഗസ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ടൈം കൊടുത്തിരിക്കുന്നത്. ജൂലൈ ഓഗസ്റ്റിലാണ് ആ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, എക്സാം നടക്കുന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് CHSL എക്സാം തന്നെയാണ്. അപ്പോൾ CHSL എക്സാമിലേക്ക് വരുന്ന സമയത്ത് CGL CHSL ഒരുപാട് പേര് ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ടയർ 1 ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അവിടെ എക്സാം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് May 27 അതുപോലെ ക്ലോസിംഗ് June 25 പറയുന്നുണ്ട്. ജൂലൈ ഓഗസ്റ്റ് ആണ് അവിടെയും ടൈം പറയുന്നത്. എക്സാം ഡേറ്റ് വരുന്നത് ജൂലൈ ഓഗസ്റ്റ് ടൈമിലാണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് MTS എക്സാം. ഓക്കെ, ഇപ്പോൾ CGL CHSL MTS ഇത് മൂന്നും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന എക്സാംസ് തന്നെയാണ് MTS എക്സാംസ്. അപ്പോൾ MTS വരുന്ന സമയത്ത് അവിടെ 26 June നമുക്ക് ആപ്ലിക്കേഷൻ ഡേറ്റ് പറയുന്നുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് 25 ജൂലൈ പറയുന്നത്. നമുക്ക് എക്സാം ഡേറ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ആപ്ലിക്കേഷൻ വരുന്ന ഡേറ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ സമയം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഡേറ്റ് മനസ്സിൽ വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നേരത്തെ കൂട്ടി. അടുത്ത വരുന്നത് സ്റ്റെനോഗ്രാഫർ പോസ്റ്റുകളാണ്. ഓക്കെ, സ്റ്റെനോഗ്രാഫർ CM DM വരുന്നുണ്ട്, ഗ്രേഡ് Cയും ഗ്രേഡ് Dയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വരുന്നത് 29 July 2025 ആണ് നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ ക്ലോസിംഗ് 21 ഓഗസ്റ്റ് ആണ്. എക്സാം വരുന്നത് October November ടൈമിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് JEE എക്സാം, SSC JEE എക്സാം ഒരുപാട് നമ്മൾ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഡിപ്ലോമ കഴിഞ്ഞവർ, അതുപോലെ തന്നെ നമ്മുടെ BTech കഴിഞ്ഞവർ ഒരുപാട് പേര് ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാമാണ് JEE എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഡേറ്റ് വന്നിരിക്കുന്നത് 5 ഓഗസ്റ്റിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. 28 ഓഗസ്റ്റ് വരെയാണ് ക്ലോസിംഗ് ടൈം പറയുന്നത്. October November അവിടെ എക്സാം വന്നിരിക്കുന്നത്. ഓക്കെ, October November അതിൻ്റെ എക്സാം പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അത് എല്ലാവർക്കും ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അതും ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റ് വരുന്നുണ്ട്. ഡൽഹി പോലീസിന് തന്നെ SI നമ്മൾ പോസ്റ്റ് കണ്ടതുപോലെ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പേജിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെയാണോ? നമുക്ക് സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്, അതുപോലെ കമ്പൈൻഡ് CGL വരുന്നുണ്ട്, SA വരുന്നുണ്ട്, ഡൽഹി പോലീസ് SA വരുന്നുണ്ട്, CHSL വരുന്നുണ്ട്, MTS എക്സാം ഉണ്ട്, സ്റ്റെനോഗ്രാഫർ വരുന്നുണ്ട്, JEE വരുന്നുണ്ട്, അതുപോലെ കോൺസ്റ്റബിളും വരുന്നുണ്ട് ഡൽഹി പോലീസിന്റെ. നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിനുള്ളത് കിടപ്പുണ്ട് ഡൽഹി പോലീസിലെ തന്നെ.
പിന്നെ മിനിസ്റ്റീരിയൽ വരുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റും കിടപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഡേറ്റ് വന്നെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നവംബർ ഡിസംബർ 2025 എൻഡിലേക്കാണ് വരുന്നത് അത്. പിന്നെ അതുപോലെ തന്നെ GD വരുന്നുണ്ട്. ഓക്കെ, SSC GD ഒരുപാട് പേര് ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. നമ്മുടെ പല ഫോഴ്സുകളിലേക്കുള്ള കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ് നമ്മൾ GD എന്ന് പറയുന്നത്. GD എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കുക, GD എക്സാംസ് വരുന്ന സമയത്ത് അതിപ്പോൾ വന്നതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാം, ഇപ്പോൾ ഈ വർഷം 2024 എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ എക്സാം നടന്നിട്ടില്ല. ഇനിയാണ് അത് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നവംബർ ടൈമിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത്. നവംബറിലാണ് GD നോട്ടിഫിക്കേഷൻ വരുന്ന പറഞ്ഞിട്ടുണ്ട്. December 15 ആണ് ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത്. പിന്നെ മാർച്ച് ഏപ്രിൽ എക്സാം നടക്കുന്ന പറഞ്ഞത് 2026 എക്സാം വരുന്നത്. ഓക്കെ, 25-26 എന്ന് പറഞ്ഞാണ് കലണ്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ ബാക്കിയുള്ളതൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ആണ്. ബാക്കിയെല്ലാം ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് ആണ്. നമ്മൾ അത് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർക്ക് ആ എക്സാംസ് ഫോക്കസ് ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഡേറ്റ്സ് കൃത്യമായിട്ടൊന്ന് നോക്കുക. നിങ്ങൾ ഈ ഡേറ്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ SSC എക്സാം പലരുടെയും വിചാരം CGL-ലും CHS-ലും മാത്രമേ ഉള്ളൂ എന്നാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1, 2, അതുപോലെ 3, 4, 5, 7, 8, 9, 10 എക്സാംസ്. ഓക്കെ, 10 എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 പോസ്റ്റുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്താണ് SSC എക്സാംസിന് എല്ലാ വർഷവും ഈ പോസ്റ്റുകൾ എല്ലാ വർഷവും വേക്കൻസി ഇട്ട് എല്ലാ വർഷവും പ്രോപ്പറായിട്ട് എക്സാം നടത്തി പോകുന്നൊരു പാറ്റേണിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ SSC ഓൾറെഡി കലണ്ടർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് നോക്കി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. എല്ലാ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആവും. അത് വരാതിരിക്കാനാണ് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഇടുന്നത്. ടെൻറ്റേറ്റീവ് ആണ്, അതായത് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ആ ഒരു ടൈം പീരീഡിലായിരിക്കും നമുക്ക് എന്തായാലും എക്സാം നടക്കുക. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് CGL ആയാലും CHS ആയാലും എല്ലാത്തിനും നമുക്കൊരു എക്സാം പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്മൾ കാണുന്നത് നമുക്ക് ജനറൽ റീസണിങ് ഉണ്ടാവും. ജനറൽ ഇന്റലിജൻസ് എന്നാ പറയാ, റീസണിങ് ആണത്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഓക്കെ, ഈ 4ഉം ഫോക്കസ് ചെയ്ത് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 4ഉം തന്നെയാണ് എല്ലാ എക്സാമിന്റെയും ഇത് എക്സാം പാറ്റേണിൽ വരുന്നത്. ഓക്കെ, CBT 1 വരുമ്പോഴത്തേക്കും എല്ലാത്തിലും ഈ ഒരു 4 ടോപ്പിക്സ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് 4ഉം പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് ടോപ്പിക്സുകളെന്നും അതൊക്കെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലാസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ നെക്സ്റ്റ് ഈ മന്ത് ഡിസംബർ മന്തിൽ 18 നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഇയറിലെ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഈ വർഷത്തെ റെയിൽവേ എക്സാംസ് ഫോക്കസ് ചെയ്യുന്നവർ എല്ലാവരും തന്നെ നിങ്ങൾക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസും ബാക്കി എല്ലാം അറിയാനായിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.